എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ തനിയെ താമസിക്കുന്നവരെ കുറിച്ചിട്ട്? ഒറ്റയ്ക്ക് താമസിക്കാൻ വിധിക്കപ്പെട്ടവരുണ്ട്, നിർബന്ധിതമായി പോയവരുണ്ട്, വിഹിതം കൊണ്ട് സംഭവിച്ചു പോയവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്. പലർക്കും ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ തമ്മിൽ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ അവർ കൂട്ടുകൂടിയിട്ടൊക്കെ അവർക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അല്ലാത്ത ഹസ്ബൻഡ് മരിച്ചവരുണ്ടാവാം, പിന്നെ അതുപോലെ തന്നെ വൈഫ് മരിച്ചവരുണ്ടാവാം. സ്ത്രീ ആയാലും പുരുഷനായാലും ആരാണെങ്കിലും ഈ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെയും കാണാതെയൊക്കെ പോകുന്ന കാര്യങ്ങളാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഒരാളോടും സംസാരിക്കാനുണ്ടാവില്ല. പിന്നെ എല്ലാവരോടും ഇറങ്ങി നടന്ന് അവർക്ക് അവരുടെ സാഹചര്യം കാരണം അങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകൂടാനോ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഒരു പുരുഷനാണ്, ഭാര്യ മരിച്ചതോ ഡൈവേഴ്സ് ആയതോ എങ്ങനെയെങ്കിലുമൊക്കെ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾ ഒരു മിഡിൽ ഏജ്ഡ് ആണെങ്കിലും കൂടിയിട്ട് എങ്ങനെ അയാൾ കൂടുതൽ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്ത് മുന്നോട്ട് പോകും? വെറുതെ കുറച്ച് സമയം സംസാരിക്കുകയാണെങ്കിൽ പോലും അതിനൊക്കെ മോശമായ രീതിയിലാണ് മറ്റുള്ളവർ അതിനൊക്കെ അർത്ഥം കാണുള്ളൂ. ശരിയല്ലേ? സ്ത്രീ ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഒരു ഹസ്ബൻഡ് ഇല്ലാത്ത ഒരു സ്ത്രീയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ആരോട്, ഒരു പുരുഷനോട്, ഏത് പുരുഷനോടാണെങ്കിലും അവർ സംസാരിച്ച് കഴിഞ്ഞാൽ ഇനി സ്വന്തം വീടിന് അടുത്ത് താമസിക്കുന്ന ഒരാളോടാണെങ്കിലും കൂടി ഒരല്പനേരം കൂടുതൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എവിടെ വെച്ചെങ്കിലും ഒന്ന് കാണുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മോശമായ അഭിപ്രായങ്ങൾ തന്നെയാണ് പുറത്തുനിന്ന് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ മോശം വാക്കുകളും മോശം സംസാരമൊക്കെ കേൾക്കേണ്ടി വരും. പുരുഷനായാലും സ്ത്രീ ആയാലും ഒക്കെ ഉള്ള ഒരു അനുഭവമാണ്. അതുകൊണ്ട് പല ആളുകളും ഒറ്റപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ്. അവർക്ക് താമസിക്കാൻ പറ്റും. മക്കളൊക്കെ ചിലപ്പോൾ മക്കളുടെ കൂടെയൊക്കെ താമസിക്കാം. പക്ഷേ മക്കളൊക്കെ വിദേശത്തോ അല്ലെങ്കിൽ അന്യനാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന മക്കളാണെങ്കിൽ അവർക്ക് അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവർ കൂടെ കൂട്ടാൻ പറ്റുള്ളൂ. അത് സാഹചര്യം ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും. സാഹചര്യം ഉണ്ടായിട്ടും രക്ഷിതാക്കളെ കൊണ്ടുപോയി നോക്കാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ അച്ഛനായാലും അമ്മയായാലും സാഹചര്യങ്ങൾ ഉള്ള ആൾക്കാരും കൂടെ കൊണ്ടുപോകാത്ത ആൾക്കാരുണ്ടാവും. എങ്ങനെ വേണമെങ്കിലും അവരെ കൊണ്ടുപോയി നമുക്ക് നോക്കാൻ പറ്റും. സാഹചര്യം ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അങ്ങനെ ഉള്ള മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുപോലുള്ള മക്കളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. കാരണം അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. ഒന്നുകിൽ ആരെ നമ്മൾ കൂടെ താമസിപ്പിക്കണമെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഏത് നിലയ്ക്കാണെങ്കിലും വരുമാനം വേണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അവർക്ക് അവരുടെ കൂടെ കൊണ്ടുപോയി താമസിക്കാനും പറ്റില്ല. അവർക്ക് ഇവിടെ വന്ന് ഇവരുടെ കൂടെ താമസിക്കാനും പറ്റാത്ത സിറ്റുവേഷനിൽ ഉണ്ടാവുക. എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. പിന്നെ അതിനുള്ള ഒരു അവസ്ഥ ഉണ്ടാവാതെ പോണത് കൊണ്ടാണ് പലർക്കും അത് സാധിക്കാതെയും പോണത്. ചില ആളുകളൊക്കെ ഒറ്റയ്ക്ക് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ വിദ്യാഭ്യാസം ചെയ്തു അല്ലെങ്കിൽ അവരൊക്കെ പഠിച്ച് ഒരു നിലയ്ക്കെത്തി, ജോലിയായി, മാരേജ് കഴിഞ്ഞു. ഇനി അവരവരുടെ അവസ്ഥയ്ക്ക് ജീവിക്കട്ടെ അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ, ഞാനൊന്ന് സ്വതന്ത്രമാവട്ടെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. പിന്നെ ചില ആൾക്കാർ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് സമാധാനമായി സ്വസ്ഥമായിട്ടൊക്കെ ഇതുപോലുള്ള പല കാര്യങ്ങളെ കൊണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പല ആൾക്കാരും പല ടൈപ്പല്ലേ. ചിലർ എല്ലാവരുടെയും കൂടെ ചേർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അത്തരം ആൾക്കാർക്കൊക്കെയാണ് ഈ ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ. ഒറ്റപ്പെടുന്ന ആൾക്കാർക്ക് ഒരു വിഷയമേ അല്ലെന്ന് കാണുന്ന നമുക്കായിരിക്കും പ്രയാസം. അയ്യോ, അവരൊറ്റയ്ക്കാണല്ലോ, എങ്ങനെ മുന്നോട്ട് പോകും, അവർ എങ്ങനെ ജീവിക്കും എന്നൊക്കെ നമ്മളാണ് ചിന്തിക്കുക. പലരും അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്കതൊരു വിഷയമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടോ ഒന്നും അവർക്ക് തോന്നില്ല. അവരൊറ്റയ്ക്കാണെങ്കിൽ അവർക്കൊന്നിനും ഒരു പ്രശ്നം തോന്നില്ല. കാരണം അവർക്ക് ജീവിക്കാൻ സാമ്പത്തികമായിട്ട് സ്ഥിതി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഭൂസ്വത്തുക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് താമസിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരിക്കും. അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർക്കാണ് ഈ ഒറ്റപ്പെടലിൻ്റെ ഒരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ കാര്യമായിട്ട് തോന്നാറുള്ളത്. അവർ ഒറ്റയ്ക്ക് താമസിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്ന് ചിന്തിക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇൻട്രോവേർട്ടുകളായിട്ടുള്ള ആൾക്കാർക്ക് പ്രയാസമൊന്നുമില്ല ഒറ്റയ്ക്ക് താമസിക്കാനും. അവരിഷ്ടപ്പെടുന്നതും അത് തന്നെയായിരിക്കും. മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടാവാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അല്ലാതെ എക്സ്ട്രോവേർട്ടുകളായിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ എല്ലാവരും വേണം, എല്ലാവരുടെ കൂടെ വേണം, അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. മക്കൾ ഉള്ളവരും ഹസ്ബൻഡോ വൈഫൊക്കെ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മക്കളുടെ കൂടെ
പോയി താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ മക്കൾ കഷ്ടപ്പെടുത്തുന്ന മക്കളുണ്ട് കേട്ടോ. അത്തരം ആൾക്കാരെ അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അവരെ ചെയ്യിപ്പിച്ചിട്ടും ബുദ്ധിമുട്ടിച്ച് ജോലി ചെയ്യിപ്പിച്ചിട്ടും അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന മക്കളും ഉണ്ട്. ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവരുടെ കൂടെ താമസിക്കുന്നതിനനുസരിച്ച് അവരെ കഷ്ടപ്പെടുത്താറുമുണ്ട്. അങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ടെങ്കിലും അവരുടെ അടുത്തുനിന്ന് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. മക്കളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാവരും ഒരുപോലെ ഒന്നുമല്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് രക്ഷിതാക്കളെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അമ്മേനെയും, അമ്മ മരിച്ചു കഴിഞ്ഞാൽ അച്ഛനെയും നല്ലപോലെ ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കുന്ന ആൾക്കാരുണ്ട്. ഇനി എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ മറ്റൊരാളുടെ കൂടെ ആണെങ്കിൽ അവർക്കൊരു ഭാരമോ ബുദ്ധിമുട്ടോ ആവാതെ ജീവിക്കേണ്ടത് ഈ ഒറ്റപ്പെട്ട് പോകുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ താമസിക്കാൻ ചെല്ലുന്നവരും ചിന്തിക്കണം. നമ്മൾ മക്കളാണെങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളത് നമ്മളും ചിന്തിക്കണം. അവരുടെ ജീവിത രീതിക്കനുസരിച്ച് അവരുടെ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് വേണ്ടേ നമ്മൾ മുന്നോട്ട് പോകാൻ. അത് പലരും ആലോചിക്കാത്ത കാര്യമാണ് അല്ലേ? അങ്ങനെ വേണം മനുഷ്യൻ ചിന്തിക്കാൻ കേട്ടോ. നമ്മളുടെ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ സാഹചര്യത്തിനനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അവർക്ക് നല്ല സ്ഥിതിയാണ്, അവർക്ക് ചെയ്യാൻ സാഹചര്യങ്ങളുണ്ട്, അവർ ചെയ്ത് തരുന്നവരാണെങ്കിൽ ഓക്കെ. ചെയ്യാത്ത മക്കളെടുത്ത് നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമുണ്ടോ? ചെയ്യുന്നവരുടെ അടുത്താണെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. അവർ അറിഞ്ഞ് ചെയ്തു തരും എല്ലാ കാര്യങ്ങളും അല്ലേ? ഇതുപോലെ ഒറ്റപ്പെട്ട് പോകുന്ന ഹസ്ബൻഡൊക്കെ മരിച്ചിട്ട് ഒറ്റപ്പെട്ട് പോകുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അവരൊക്കെ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാലും അവർ സാധിച്ചു തരില്ല. പലതവണ അവരുടെ അടുത്ത് പറയണം. മക്കളടുത്താണെങ്കിലും പലതവണ പറയണം. ഒരു മരുന്ന് വാങ്ങണമെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലൊക്കെ പലതവണ പറഞ്ഞാലാണ് കൊണ്ടുപോകുള്ളൂ. അങ്ങനെയൊക്കെ പറയുന്ന ചില അമ്മമാരെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ചില മക്കൾ അവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യുന്ന മക്കളുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ ദിവസം മുന്നേ ഇന്ന ദിവസം നമുക്ക് ചെക്കപ്പിന് പോകണം കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ അച്ഛനായാലും അമ്മയായാലും മുൻകൂട്ടി അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ വലിയ സാഹചര്യത്തിലൊന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിലും പറ്റുന്ന സാഹചര്യം പോലെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എത്രയോ മക്കളുണ്ട് കേട്ടോ. അച്ഛനെയും അമ്മേനെയും പൊന്നുപോലെ നോക്കുന്ന മക്കൾ. എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുമുണ്ട്. അച്ഛനമ്മയ്ക്കൊക്കെ വയസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കൊക്കെ പ്രായമായി കഴിഞ്ഞാൽ അവരുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മക്കളുമുണ്ട്. അവർക്ക് ഏതാണ് ആഗ്രഹം, എങ്ങനെയാണ് അവർക്ക് വേണ്ടത്, അവർക്ക് ഇതുപോലെയൊക്കെ വേണം എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരും മക്കളുമുണ്ട്. രക്ഷിതാക്കളും മക്കളുടെ സാഹചര്യം മനസ്സിലാക്കണ്ടേ? അങ്ങനെ അത് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ. സാഹചര്യം ഇല്ലെങ്കിലും കൂടി അവനത് ചെയ്തു തന്നില്ല, അവളത് ചെയ്തു തന്നില്ല എന്നുള്ളത് നിരന്തരം പരാതി പറയുന്ന രക്ഷിതാക്കളും ഉണ്ട്. പലരും പല ടൈപ്പല്ലേ. ഓരോരുത്തരും അവരുടെ സാഹചര്യം പോലെ അവരുടെ ഓരോ കാര്യം പോലെയൊക്കെയാണ് അവരുടെ സംസാരവും അവരുടെ പെരുമാറ്റം രീതിയൊക്കെ. ചില രക്ഷിതാക്കളൊക്കെയാണ് അനാവശ്യമായിട്ട് മക്കളെ വെറുതെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന കുറേ പേരുണ്ട്. അവരുടെയൊക്കെ ഇഷ്ടങ്ങൾക്കനുസരിച്ചൊക്കെ നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അത്തരം മക്കളെയൊക്കെ രക്ഷിതാക്കളത് മനസ്സിലാക്കാതെ അവരത് ചെയ്തു തന്നില്ല, ഇത് ചെയ്തു തന്നില്ല, അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ മക്കളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരും ഉണ്ട്. മനുഷ്യൻ പല വിധമല്ലേ, എല്ലാവരുടെയും ക്യാരക്ടർ ഒരുപോലെ ഒന്നും ആവില്ലല്ലോ. ചിലർ പ്രായമാവുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ആദ്യം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രായമാകുമ്പോൾ ചിലർ നല്ല പക്വതയോടുകൂടി വരുന്ന ആൾക്കാർ, നല്ല രീതിക്ക് പെരുമാറുന്ന രക്ഷിതാക്കളും ഉണ്ട്. അല്ലാതെ വയസ്സാകുമ്പോൾ കൂടുതൽ ദേഷ്യം കാണിച്ചിട്ടും അവരെ മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. വയസ്സാകുമ്പോൾ പലരും പ്രായത്തിൻ്റെതായ പല കാര്യങ്ങളും അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ ചില ആൾക്കാർ എത്ര പ്രായമായാലും മക്കളെയൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോഴും അവരോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ അനുഭവത്തിലുള്ള ഒരു മുത്തശ്ശിയുടെ കാര്യം ഞാൻ പറയാം നിങ്ങളോട്. അവർ പ്രായമായൊരു അമ്മയായിരുന്നു. പക്ഷെ എങ്കിലും അവരുടെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയൊക്കെ സ്നേഹം കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നി. എത്രയോ പ്രാവശ്യം അവർ എന്നെ അവരുടെ മോളെപ്പോലെ കണ്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പിടിച്ചിട്ടും വിശേഷങ്ങൾ ചോദിച്ചിട്ടും നമുക്ക് അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം അവർ എത്രമാത്രം നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. ഇനി ഇഷ്ടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ ഒരു എത്ര പ്രായമായിട്ട് അവർ ഓരോരുത്തരോടും പെരുമാറുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. പക്ഷെ അവരെ മരിക്കുന്നത് വരെ അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ എത്ര ഇഷ്ടത്തോടെ സ്നേഹത്തോടെയാണ് അവരെ കൊണ്ടു നടന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ അതിലേറെ സന്തോഷം തോന്നും.
ഞാനവർ മരിച്ചു കഴിഞ്ഞിട്ടും ഞാൻ പറഞ്ഞു ഏതൊരു മനുഷ്യനാണെങ്കിലും ഇങ്ങനെ ആവണമെന്ന് ഞാൻ എപ്പോഴും അവരെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ പലതവണ ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ മക്കളോടും എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവരോടൊക്കെ ഞാൻ അവരെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അങ്ങനെ വേണം ആരും. മരിക്കുന്നത് വരെയും ഒരാളെയും വെറുപ്പിക്കുന്ന ഒരു സംസാര രീതി അവരുടെ വായിൽ നിന്ന് വന്ന് ഞാൻ കേട്ടിട്ടില്ല. എത്രയോ പ്രാവശ്യം അവരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്, അവരോട് അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. പക്ഷേ അവർ ഒരിക്കൽ പോലും ഒരാളെ അനാവശ്യമായി കുറ്റം പറഞ്ഞിട്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു സംസാര രീതിയോ അവരുടെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ജീവിതം അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ശാരീരികമായിട്ട്. കാരണം പ്രമേഹ രോഗിയായിരുന്നു. അപ്പോൾ അവരുടെ ഒരു കാൽപാദമൊക്കെ മുറിച്ച് മാറ്റി അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അവർ വീൽ ചെയറിലാണ് വീടിനകത്തുകൂടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നതെങ്കിലും കൂടിയിട്ട് അവർ എപ്പോഴും സന്തോഷവതിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. എപ്പോഴും തൻ്റെ വന്ന ഈ അസുഖത്തെക്കുറിച്ച് അവർ പഴിച്ചിട്ടോ തനിക്ക് വന്ന ഈ സാഹചര്യത്തെക്കുറിച്ച് അവർ എപ്പോഴെങ്കിലും പരാതി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരെപ്പോഴും സന്തോഷവതിയായിട്ട് മാത്രമേ ഞാൻ ആ അമ്മയെ കണ്ടിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ആവാനും പുണ്യം ചെയ്യണം എന്ന് വേണം പറയാൻ, അല്ലേ? അത്തരം ജന്മങ്ങളൊക്കെ പുണ്യജന്മങ്ങൾ മാത്രമാണ്. മരിക്കുന്നത് വരെയും ഒരാളെ കൊണ്ടും ഒരു മോശം പറയിപ്പിക്കാതെ, ഒരാളെ വെറുപ്പിക്കാതെ. അവർക്ക് 8 മക്കളുണ്ടായിരുന്നു. ഈ 8 മക്കളും അവരുടെ മരുമക്കളും അവരുടെ കൊച്ചുമക്കളുമായിട്ട് വലിയൊരു ഫാമിലി തന്നെയായിരുന്നു അവരുടെ. പക്ഷേ ഒരു ആൾക്കും അവരോടൊരു ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടായിട്ടില്ല. അമ്മ എന്ന നിലയിൽ ആ മക്കളും മരുമക്കളും അവരെ പൊന്നുപോലെ കൊണ്ട് നടന്നിട്ടുണ്ടായി. നോക്കാൻ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഇഷ്ടത്തോടെയാണ് അവർ മക്കളും മരുമക്കളൊക്കെ അവരോട് ഇടപഴകിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് മക്കളെന്നോ മരുമക്കളെന്നോ എന്നുള്ള വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് പെൺമക്കളുണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പെൺമക്കളാണെന്നോ അത് ആൺമക്കളാണെന്നോ അത് ആൺമക്കളുടെ ഭാര്യമാരാണെന്നോ അങ്ങനെയുള്ള ഒരു വ്യത്യാസമൊന്നും അവർ കാണിച്ചിട്ടില്ല. അവർക്ക് എല്ലാവരുടെ മക്കളായിരുന്നു. പുറമെയുള്ള ആൾക്കാരോട് തന്നെ അവരിങ്ങനെ മോളെ കുട്ടി എന്ന് വിളിച്ച് സംസാരിക്കുന്ന ഒരാൾ എങ്ങനെ ഇപ്പോൾ അവരുടെ വീട്ടിൽ അങ്ങനെ മോശമായി പെരുമാറും? ഒരിക്കലില്ല. അവർ ഭയങ്കര സന്തോഷവതിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം ആരുടെ ഒരു കറുത്ത മുഖം അവർക്ക് കാണേണ്ടി വന്നിട്ടില്ല. ഈ മക്കളുടെ ആയാലും മരുമക്കളുടെ ആയാലും കൊച്ചുമക്കളുടെ ആയാലും ഒരു കറുത്ത മുഖം അവർക്ക് കാണേണ്ടി വന്നിട്ടില്ല. അത് അവരുടെ സ്വഭാവത്തിൻ്റെ മഹിമ കൊണ്ട് തന്നെയാണ്. ഒരിക്കൽ പോലും വെറുതെ ഒരാളോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പുറമേയുള്ള ആൾക്കാരെ കാണുമ്പോൾ പോലും സ്വന്തം മക്കളോടെന്ന പോലെ പെരുമാറുന്ന ഒരമ്മയെ ആര് വെറുക്കാനല്ലേ? ഈ പുറമേയുള്ള എനിക്ക് പോലും, ഞാൻ അവരുടെ ഒരു അകന്ന ബന്ധുവാണ്, പക്ഷേ എനിക്ക് പോലും അവരെ മരിച്ചു പോയിട്ട് എത്ര വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവരെ ഞാൻ സ്നേഹത്തോടു കൂടി ഓർക്കണമെങ്കിൽ ഈ ഒരു വിഷയം സംസാരിക്കാൻ എടുത്തപ്പോൾ അവരുടെ ഒരു മുഖം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ ആ മക്കളെയും മരുമക്കളെയൊക്കെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ, അവർ തിരിച്ചും അവരെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അത് ഓർമ്മയിൽ വരണമെങ്കിൽ ആ ഒരു വ്യക്തി എത്രമാത്രം എന്നെ സ്വാധീനിച്ചു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. നമുക്ക് ചില വ്യക്തികളെ നമ്മൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ മറന്നു പോവില്ല. അവർ മരിച്ചു പോയിട്ട് വർഷങ്ങളായി. അവരുടെ ആ ഒരു ഫേസ് എൻ്റെ മനസ്സിന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു രൂപം എൻ്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോവാത്ത വിധത്തിൽ അവരെൻ്റെ മനസ്സിനെ സ്വാധീനിച്ച വ്യക്തിയാണ്. അമ്മമാരൊക്കെ ആയാൽ അങ്ങനെ വേണമെന്നാണ് ഞാൻ പറയാം. ഞാനും ഒരമ്മയാണ്, ഞാനും അങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതാണ് അവരുടെ പെരുമാറ്റം കണ്ടിട്ട്. എല്ലാവരും നല്ലൊരു മൈൻഡോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. മക്കളുടെ കൊച്ചുമക്കളുടെയും എല്ലാവരുടെയും സ്നേഹം ആവോളം ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ലൈഫ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.